Hi friends, welcome back to our channel. രണ്ടാം ക്ലാസ്സിന്റെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. യൂണിറ്റ് 2 a piece of cake. അപ്പോൾ ഇനി നമുക്ക് എടുക്കാനുള്ളത് രണ്ടാമത്തെ യൂണിറ്റ് ആണ്. രണ്ടാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള a piece of cake. അപ്പോൾ ഇതിനു മുന്നുള്ള യൂണിറ്റ് 1ലെ എല്ലാ ലെസൺസും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കേ. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ യൂണിറ്റ് നോക്കിയാക്കാം. A piece of cake. Piece എന്ന് പറഞ്ഞാൽ എന്താ? കഷ്ണം അല്ലേ? ഒരു കേക്കിന്റെ ഒരു കഷ്ണം. അപ്പൊ അതാണ് നമ്മുടെ ഹെഡിങ്, നമ്മുടെ ചാപ്റ്ററിന്റെ, നമ്മുടെ യൂണിറ്റിന്റെ പേര്. അപ്പൊ നമുക്ക് നോക്കി നോക്കാം. അപ്പൊ എലഫന്റ് പറയുന്നുണ്ട്. എന്താ പറയുന്നത്? I am very fat. I am very fat. എന്താണ്? ഞാൻ നല്ല തടിച്ചിട്ടാണ്. ഫാറ്റ് എന്ന് പറഞ്ഞാൽ തടി. അപ്പൊ ഞാൻ നല്ല തടിച്ചിട്ടാണെന്ന് പറയാണ്. ഓ, you are not too fat. അപ്പൊ പറയാണ് എന്ത്? നീ അത്ര തടിയൊന്നുമില്ല എന്ന് പറയാണ്. Look, mummy has a fat belly. അപ്പൊ നോക്ക്, അമ്മക്ക് ഒരു തടിച്ച ബെല്ലി ഉണ്ട്. ബെല്ലി എന്ന് പറഞ്ഞാൽ എന്താ? വയറ്. ഓക്കെ, അപ്പൊ ചെറിയ എലിഫന്റ് പറയാണ്, നോക്കൂ, അമ്മയ്ക്ക് എന്താണ്? വലിയ ഒരു വയറുണ്ട് എന്ന് പറയാണ്. Mom, you are strong, you are cute too. അപ്പൊ പറയാണ്, പക്ഷെ അമ്മ നിങ്ങൾ എന്താ നല്ല സ്ട്രോങ് ആണ്. നല്ല സ്ട്രോങ് എന്ന് പറഞ്ഞാൽ എന്താ? നല്ല ശക്തിയുണ്ട്, അതുപോലെ തന്നെ നല്ല ക്യൂട്ടുമാണ്, നല്ല ഭംഗിയുമുണ്ട്. അപ്പൊ തടിയൊക്കെ ഉണ്ടെങ്കിലും എന്താണ്? മോമ നല്ല സ്ട്രോങ് ആണ്, അതുപോലെ മോമ നല്ല ക്യൂട്ടാണ് എന്ന് പറയാണ് കുട്ടികള്. ഓക്കെ, ലെറ്റ്സ് റീഡ്. അപ്പൊ ഇനി നമുക്കൊരു പോം നോക്കി നോക്കാം. പോം ആണ് എന്താ നമുക്കറിയില്ല, നമുക്ക് നോക്കി നോക്കാം. All sat for breakfast. അപ്പൊ പോം അല്ല, എല്ലാരും ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഇരുന്നു. What is for breakfast today, mom? അപ്പൊ നമ്മള് വീട്ടിലൊക്കെ ചോദിക്കുന്ന പോലെ എന്താ? അമ്മനോട് ചോദിക്കുകയാണ്, ലൂക്ക് ചോദിക്കുകയാണ്, എന്താണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അമ്മ എന്ന് പറയാണ്. അപ്പൊ അമ്മ എന്താ പറയുന്നത്? We have coconut and sugar cane. അപ്പൊ എന്താണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്? കോക്കനട്ടും ഷുഗർ കെയിനും. ഷുഗർ കെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? കരിമ്പ്. അപ്പൊ കോക്കനട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ്? തേങ്ങയാണ്. തേങ്ങയും കരിമ്പുമാണ് എന്ത്? ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. No more cakes and biscuits from today onwards, said the mother elephant. അപ്പൊ മദർ എലിഫന്റ് പറയാണ് എന്ത്? ഇനി മുതൽ കേക്കും ബിസ്ക്കറ്റും ഒന്നും ഇന്ന് മുതൽ, onwards എന്ന് പറഞ്ഞാല് ഇന്ന് മുതല്. അപ്പൊ ഇന്ന് മുതൽ ഇവിടെ ആയിരിക്കും കേക്കും ബിസ്ക്കറ്റും ഒന്നും ഇല്ല എന്ന് അമ്മ എലിഫന്റ് പറയാണ്. Why? The baby elephant asked sadly. Sad എന്ന് പറഞ്ഞാൽ എന്താ? വിഷമം. വിഷമം. അപ്പൊ വിഷമത്തിൽ ചോദിക്കാണ്, എന്താ അമ്മ ഇന്ന് മുതൽ ഒന്നും ഇല്ലാത്തെന്ന് ചോദിക്കാണ്. അപ്പൊ എന്താ? We are all fat. നമ്മളെല്ലാവരും നല്ല തടിച്ചിട്ടുണ്ട്. We have to eat less and work more. നമുക്ക് എന്താ? ഈ less എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിച്ചിട്ട് എന്താ? ഒരുപാട് വർക്ക് ചെയ്യണം. വർക്ക് എന്ന് പറഞ്ഞാൽ പണി ചെയ്യണം. The mother replied. അപ്പൊ അമ്മ അങ്ങനെ അവരോട് പറഞ്ഞു. ഓക്കെ, അപ്പൊ എന്താ? താഴെ ഇങ്ങനെ ഷുഗർ കെയിൻ ആണിത്, അതായത് കരിമ്പ്. ഇതെന്താണ്? കോക്കനട്ട്, തേങ്ങ. അപ്പൊ അതിന്റെ ചുറ്റും എന്താ? എലഫന്റ് ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്ന പിക്ചർ കൊടുത്തിട്ടുണ്ട്. അടുത്തത് എന്താ നോക്കി നോക്കാം. Mom, can we watch television? Asked Brown, the eldest. അപ്പൊ eldest പറഞ്ഞ ചെറിയ കുട്ടി ചോദിക്കുകയാണ്, നമുക്ക് TV കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. No time, dears. Put your bags down and follow me. അപ്പൊ എന്താണ്? അതിനൊന്നും സമയമില്ല മോനെ, നീ എന്ത് ചെയ്യാ? ബാഗ്സ് എടുത്തിട്ട് എന്റെ കൂടെ വായോ. ഫോളോ മീ എന്ന് പറഞ്ഞാൽ എന്താ? ഫോളോ എന്ന് പറഞ്ഞാൽ എന്റെ കൂടെ വായോ, പിന്തുടരുകല്ലേ. പിന്തുടരുക, എന്റെ കൂടെ വായോ. കൂടെ വരുന്നതിനെയാണ് ഫോളോ എന്ന് പറയാ. We are going for a run. അപ്പൊ നമ്മൾ എങ്ങോട്ട് പോവാണ്? ഒരു റണ്ണിന് പോവാണ്, ഒന്ന് ഓടാൻ പോവാണ്. Look, we are getting pretty heavy, said the mother elephant. They went for a jog. എന്നിട്ട് എന്താ? അവര് റെഡി ആയി ബാഗ് എടുത്തിട്ട് അവര് ജോഗിങ്ങിന് പോവാണ്. അപ്പൊ എന്താണ്? പിക്ചറില് അമ്മ എലിഫന്റും കുട്ടി എലിഫന്റും ഒക്കെ കൂടിയിട്ട് എന്താ? വെയിറ്റിംഗ് മെഷീനിൽ അമ്മ എലിഫന്റ് കയറിയിട്ട് കുട്ടികളൊക്കെ ചുറ്റും നോക്കി നിൽക്കാണ്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് നോക്കി നോക്കാം. അടുത്തത് എന്താ?
The family came back after the run. The kids were tired. അപ്പൊ എന്താണ് ഓട്ടത്തിന് ശേഷം ഫാമിലിത്തെ എല്ലാരും തിരിച്ചു വന്നു. കിഡ്സ് എന്താണ് കുട്ടികളൊക്കെ ആകെ ടയേർഡായി. ഓക്കെ, ഇനി നമുക്ക് നോക്കിയാക്കാം. ഈസ് ടീ റെഡി മോം ആസ്ക്ഡ് ഡെല്ല. അപ്പൊ ഡെല്ല ചോദിക്കാണ് അമ്മ ചായ റെഡിയാണോ? അപ്പൊ ടീ എന്ന് പറഞ്ഞാൽ എന്താ? ചായ. ചായ റെഡിയാണോ എന്ന് ചോദിക്കുകയാണ്. നോ ടീ ടുഡേ, ലെറ്റ്സ് ഡ്രിങ്ക് ബിറ്റർ ഗാർഡ് ജ്യൂസ്. അപ്പൊ എന്താണ് പറയുന്നത്? ഇത് ടീ ഒന്നുമില്ല, ഡ്രിങ്ക് ബിറ്റർ ഗാർഡ് ജ്യൂസ് സെഡ് ദ മോം. അപ്പൊ മോം പറയാണ് എന്ത്, നമുക്ക് ബിറ്റർ ഗാർഡ് ജ്യൂസ് കുടിക്കാം, അതായത് കയ്പ ജ്യൂസ് കുടിക്കാം എന്ന് പറയാണ്. ഓ മൈ ഗോഡ്, ഡെല്ല പുട്ട് ഹെർ ഹാൻഡ്സ് ഓൺ ഹെർ ഹെഡ്. അപ്പൊ എന്താണ്? ഓ മൈ ഗോഡ്, എന്റെ ദൈവമേ എന്ന് പറഞ്ഞിട്ട് എന്താണ് ഡെല്ല കൈകൾ തലയിൽ വെച്ചു. വാട്ട് ഇസ് റോങ് വിത്ത് മോം ആസ്ക് ദ ബേബി എലഫന്റ്. അപ്പൊ എന്താണ് അമ്മയ്ക്ക് എന്താണ് എന്ന് ആര് ചോദിക്കുകയാണ്? ബേബി എലഫന്റ് ചോദിക്കുകയാണ്. Will the kids like bitter gourd juice? Why? ഈ കുട്ടികൾക്ക് ബിറ്റർ ഗാർഡ് ജ്യൂസ് ഇഷ്ടാവോ? ഇല്ല അല്ലേ? നോ. എന്തുകൊണ്ടാ? ഇറ്റ് ഈസ് ബിറ്റർ ഇൻ ടേസ്റ്റ്. അതെന്തായിരിക്കും? കയ്പായിരിക്കും. അപ്പൊ കുട്ടികൾക്ക് അത്ര ഇഷ്ടാവില്ല. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അടുത്തത് നോക്കി നോക്കാം. The kids went to their study room. They all were hungry. അപ്പൊ എന്താണ്? കുട്ടികളൊക്കെ സ്റ്റഡി റൂമിലേക്ക് പോയി. അവർക്കൊക്കെ എന്താണ്? നല്ല ഹംഗ്രി ആണ്, നല്ല വിശപ്പുണ്ട്. ലേറ്റ് ഇൻ ദ ഈവനിങ്. ഈവനിങ് എന്ന് പറഞ്ഞാൽ എന്താ? വൈകുന്നേരം. ലേറ്റ് ഇൻ ദ ഈവനിങ് ഫാദർ എലിഫന്റ് കെയിം ഹോം ആഫ്റ്റർ വർക്ക്. അപ്പൊ എന്താണ്? വർക്കിന് ശേഷം എന്താ? അച്ഛനാന വന്നു. He switched on the television and lay on the sofa. അപ്പൊ എന്താണ്? TV ഓൺ ആക്കിയിട്ട് സോഫയുടെ മേലെ കിടന്നു. No dear, please switch off the TV. Let's go to the park and do some exercise, said the mother elephant. അപ്പൊ അമ്മ എലിഫന്റ് പറയാണ്, ഓ ഡിയർ, ആ TV ഒന്ന് ഓഫ് ആക്ക്, നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് പാർക്കിൽ പോയിട്ട് കുറച്ച് എക്സസൈസ് ചെയ്യാമെന്ന് പറയാണ്. Why? asked the father elephant. അപ്പൊ അച്ഛനാണ് ചോദിക്കുകയാണ്. അപ്പൊ എന്തിനാ അപ്പൊ നമ്മൾ പാർക്കിൽ പോണെന്ന് ചോദിക്കുകയാണ്. അപ്പൊ അമ്മ പറയാണ് എന്ത്? For becoming thinner, she is replied. എന്തിനാണ്? മെലിയാൻ വേണ്ടിയിട്ട് നമുക്ക് പാർക്കിൽ പോവാം. What will they do in the park? അവർ എന്തായിരിക്കും പാർക്കിൽ ചെയ്തിട്ടുണ്ടാവുക? കുറച്ച് എക്സസൈസ് ഒക്കെ ചെയ്തിട്ടുണ്ടാവും. നമുക്ക് നോക്കി നോക്കാം. Every day the family did many exercises. അപ്പൊ ഓരോ ദിവസവും എന്താ? ഈ ഫാമിലിത്തെ എല്ലാവരും ഇങ്ങനെ കുറെ എക്സസൈസ് ചെയ്തു. സ്ട്രെച്ചിങ്, ബെൻഡിങ്, ജോഗിങ്, സിറ്റ് അപ്പ്, സൈക്ലിംഗ്. അപ്പൊ ഒരുപാട് എക്സസൈസ് ചെയ്യുന്നുണ്ട്. സ്ട്രെച്ചിങ് ചെയ്യുന്നുണ്ട്, ബെൻഡിങ് ചെയ്യുന്നുണ്ട്, ജോഗിങ് ചെയ്യുന്നുണ്ട്, സിറ്റ് അപ്സ് ചെയ്യുന്നുണ്ട്, സൈക്ലിംഗ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് എക്സസൈസ് ചെയ്യുന്നുണ്ട്. Everyone got tired. അപ്പൊ എന്താണ്? ഇതൊക്കെ ചെയ്തപ്പോ എല്ലാവർക്കും നല്ല ക്ഷീണായി. But there was no thinning. എല്ലാവർക്കും നല്ല ക്ഷീണായിക്കണ്, പക്ഷെ ആരും തന്നെ എന്താ? മെലിയണൊന്നുമില്ല. This will not work. We cannot be thinner. Elephants are always fat, said Luke. അപ്പൊ ലൂക്ക് പറയാണ് എന്ത്? നമുക്ക് ഇങ്ങനെ മെലിയാനൊന്നും പറ്റില്ല. എന്താണ്? എലഫൻസ് ഒക്കെ എപ്പോഴും തടിച്ചിട്ടാണ് ഇരിക്കുക, നമുക്ക് മെലിയാനൊന്നും പറ്റില്ല എന്ന് ലൂക്ക് പറഞ്ഞു. No, we must try harder, said the mother elephant. അപ്പൊ അമ്മ ആന പറയാണ് എന്ത്? അങ്ങനൊന്നല്ല, നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഒന്നും കൂടിയും നന്നായി കഠിനാധ്വാനം ചെയ്യണം എന്ന് പറയാണ്. She wiped her sweat with a towel എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? അമ്മ എലിഫന്റ് വിയർപ്പൊക്കെ ആ ടവല് കൊണ്ടൊന്ന് സ്വൈപ്പ് ചെയ്തു. ഡു യു ലൈക്ക് തിൻ എലിഫന്റ്? നിങ്ങൾക്ക് തിൻ എലിഫന്റ്സിനെ ഇഷ്ടാണോ? തിൻ എലിഫന്റ്സിനൊന്നും കാണാനില്ല അല്ലെ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പോർഷൻ നോക്കാം. കോക്കനട്ട്, ബിറ്റർ ഗാർഡ് ആൻഡ് സാലഡ് എവറി ഡേ. അപ്പൊ എല്ലാ ദിവസവും എന്താ? തേങ്ങ, കൈപ്പക്ക, സാലഡ്, ഇതന്നെ എല്ലാ ദിവസവും. The elephants' kids got fed up with the food. അപ്പൊ ഈ ഫുഡ് കഴിച്ചിട്ട് എന്താ? കുട്ടികൾക്കൊക്കെ ആകെ മടുത്തു. We want tasty food, they said together. Then doorbell rang. അപ്പൊ എന്താണ്? അവര് പറഞ്ഞു ഞങ്ങൾക്ക് ടേസ്റ്റ് ഉള്ള ഫുഡ് വേണമെന്ന് പറഞ്ഞ്. അപ്പൊ അത് പറഞ്ഞപ്പോഴാണ് എന്തുണ്ടായത്? ബെല്ലടിച്ചത്. ആരായിരിക്കും അപ്പൊ അത്? Who is at the door? ആരായിരിക്കും? നമുക്ക് നോക്കി നോക്കാം. The doorbell rang. അപ്പൊ ബെല്ലടിച്ചു. The mother elephant opened the door. അപ്പൊ അമ്മ ആന എന്ത് ചെയ്തു? ഈ ഡോർ തുറന്നു.
Here is a parcel for you, the elephant at the doorstep said. അപ്പൊ വന്നിട്ടുള്ള എലഫന്റ് പറഞ്ഞു എന്ത് നിങ്ങൾക്കൊരു പാഴ്സൽ ഉണ്ട് എന്ന് പറഞ്ഞ്. ഇറ്റ് വാസ് എ പാഴ്സൽ ഫ്രം ഗ്രാൻഡ്മ. അപ്പൊ അത് എന്തായിരുന്നു? ആ ഗ്രാൻഡ്മ കൊടുത്തു വിട്ടിട്ടുള്ള, അതായത് അമ്മൂമ്മ കൊടുത്തു വിട്ടിട്ടുള്ള ഒരു പാഴ്സൽ ആയിരുന്നു. വാട്ട് ഈസ് ഇൻസൈഡ്? എവ്രിവൺ സ്റ്റെയർഡ് അറ്റ് ദ ബോക്സ്. അപ്പൊ എല്ലാവരും ആ ബോക്സിലേക്ക് തന്നെ ഇങ്ങനെ നോക്കുകയാണ്, എന്തായിരിക്കും അതിന്റെ ഉള്ളിൽ എന്ന് വെച്ചിട്ട് എല്ലാരും നോക്കുകയാണ്. The father opened the parcel. അപ്പൊ എന്ത് ചെയ്തു? അച്ഛൻ ആ പാഴ്സൽ തുറന്നു. What is inside the packet? എന്തായിരിക്കും അപ്പൊ അതിന്റെ ഉള്ളില്? നമുക്ക് നോക്കി നോക്കാം. കേക്ക്. അപ്പൊ അത് എന്തായിരുന്നു? ഒരു കേക്ക് ആയിരുന്നു. The children danced with joy. അപ്പൊ അവരെന്താ സന്തോഷത്തോടെ ഡാൻസ് കളിച്ചു. What a sweet smell. അപ്പൊ എന്തൊരു സ്വീറ്റ് സ്മെല്ലാണ് ഇതിന്. Luke touched the cake with his trunk. അപ്പൊ എന്താണ്? ലൂക്ക് ആ കേക്ക് തുമ്പിക്കൈ വെച്ചിട്ട് ടച്ച് ചെയ്യാണ്. Look at its color, Della said. അപ്പൊ ഡെല്ല പറയാണ് നീ അതിന്റെ കളർ ഒന്ന് നോക്ക് എന്ന് പറയാണ്. There are flowers on it. അപ്പൊ അതിന് എന്തുണ്ട്? ഫ്ലവേഴ്സ് ഉണ്ട്. Brown added. Mom, please cut it. I want cake now. The baby elephant cried. അപ്പൊ ആ കൂട്ടത്തിൽ ഏറ്റവും ചെറിയതായിട്ടുള്ള ബേബി എലിഫന്റ് കരഞ്ഞിട്ട് പറയാണ്, മോം ഈ കേക്ക് ഇപ്പൊ തന്നെ കട്ട് ചെയ്യ്, എനിക്ക് കേക്ക് വേണം എന്ന് പറയാണ്. The mother came near. She smelled the cake. അപ്പൊ അമ്മ കേക്കിന്റെ അടുത്തേക്ക് വന്നിട്ട് എന്ത് ചെയ്തു? ആ കേക്ക് ഒന്ന് മണത്ത് നോക്കി. അപ്പൊ കേക്കിന് ചുറ്റും എല്ലാരും ഇരിക്കുന്ന പിക്ചർ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. It's yummy, but everyone looked at the mother. അപ്പൊ but എന്ന് പറഞ്ഞപ്പോ എന്താ? എല്ലാവരും അമ്മേനെ തന്നെ നോക്കുക. എന്താണ്? We will not eat it. നമ്മൾ ഇത് കഴിക്കില്ല. Let's keep it for guests, the mother said. അപ്പൊ അമ്മ പറയാണ് നമുക്കിത് എന്ത് ചെയ്യാം? ഗസ്റ്റിന് വേണ്ടി എടുത്തു വെക്കാം, നമുക്ക് കഴിക്കണ്ട, ഗസ്റ്റിന് വേണ്ടി എടുത്തു വെക്കാം എന്ന് പറയാണ്. She put the cake in the fridge. അങ്ങനെ അമ്മ എന്ത് ചെയ്തു? ഈ കേക്ക് ഫ്രിഡ്ജിൽ വെച്ചു. What will the elephant kids do now? അപ്പൊ എന്തായിരിക്കും ഇനി elephant kids ചെയ്തിട്ടുണ്ടാവുക? നോക്കി നോക്കാം. All were thinking about the sweet cake. They talked about the cake the whole day. അപ്പൊ എല്ലാരും എന്താ? എല്ലാവരുടെ മനസ്സിലും ഈ സ്വീറ്റ് കേക്കിനെ കുറിച്ചിട്ടാണ്. അവരെന്ത് ചെയ്തു? ആ ദിവസം ഫുള്ളും ഈ കേക്കിനെ കുറിച്ചിട്ടായിരുന്നു അവരുടെ സംസാരം. Okay. After supper, all went to bed. അപ്പൊ സപ്പറിന് ശേഷം എല്ലാരും ബെഡിലേക്ക് പോയി. When will a guest visit us? The baby elephant said. Asked. അപ്പൊ ബേബി എലിഫന്റ് ചോദിക്കുകയാണ് എപ്പോഴാണ് ഇങ്ങോട്ട് ഒരു ഗസ്റ്റ് വരികയെന്ന് ചോദിക്കുകയാണ്. why do you want a guest? Brown asked. അപ്പൊ ബ്രൗൺ ചോദിക്കുകയാണ് ഇപ്പൊ എന്തിനാണ് നിനക്കൊരു ഗസ്റ്റിനൊക്കെ? ഗസ്റ്റിന് ഇപ്പൊ എന്തിനാന്ന് ചോദിക്കുകയാണ്. Mom will cut the cake then, said the baby elephant. എന്താണ്? അമ്മ കേക്ക് അപ്പൊ മാത്രമാണ് കട്ട് ചെയ്യുള്ളൂ അല്ലെ? അപ്പൊ അതുകൊണ്ടാണ് ഗസ്റ്റ് എപ്പോഴാ വരുന്നത് ചോദിക്കുന്നത്. ഓക്കെ. It is a sponge cake, Luke said. അപ്പൊ ലൂക്ക് പറയാണ് അതെന്താണ്? അതൊരു സ്പോഞ്ച് കേക്ക് ആണ്. The flowers on it are made of sugar. Della licked her lips. അപ്പൊ ലിപ്സ് ഇങ്ങനെ ലിക്ക് ചെയ്തിട്ട് പറയാണ് എന്ത്? അതിലത്തെ ഫ്ലവേഴ്സ് ഒക്കെ ഷുഗർ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. Everyone thought about the cake. അപ്പൊ എല്ലാരും എന്ത് ചെയ്തു? ആ കേക്കിനെ കുറിച്ച് ചിന്തിച്ചു. They couldn't sleep. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ഉറങ്ങാനായിട്ട് പറ്റുന്നില്ല. നെക്സ്റ്റ് നോക്കി നോക്കാം. The mother elephant too was eager to taste the cake. അപ്പൊ അമ്മ എലിഫന്റും ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കുകയാണ് എന്തിന്? ഈ കേക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. At midnight she got up. അപ്പൊ എന്താണ്? midnight രാത്രി ഒന്ന് ഉറങ്ങിയിട്ട് രാത്രി നല്ല ഇരുട്ടായപ്പോ അമ്മ എണീച്ചു. അപ്പൊ എല്ലാരും എന്താണ്? എല്ലാരും ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് അമ്മ വിചാരിച്ചത്. She walked very quickly to the kitchen. അപ്പൊ മെല്ലെ പതുക്കെ എങ്ങോട്ട് പോയി? കിച്ചണിലോട്ട് പോയി. Slowly she opened the fridge and took out the packet. അപ്പൊ മെല്ലെ എന്ത് ചെയ്തു? ആ ഫ്രിഡ്ജ് തുറന്നിട്ട് അതിന്റെ ഉള്ളിലത്തെ പാക്കറ്റ് എടുത്തു. Wow, what a smell. അപ്പൊ എന്താണ്? What a sweet smell. എന്തൊരു നല്ല സ്മെല്ലാണ്. She closed her eyes and enjoyed the sweet smell of the cake. അപ്പൊ കണ്ണടച്ചിട്ട് ഈ കേക്കിന്റെ സ്മെല്ല് ഇങ്ങനെ ആസ്വദിക്കുകയാണ്. ഓക്കെ. Her mouth watered. അപ്പൊ എന്താണ്? അമ്മയുടെ വായിലാകെ വെള്ളം വന്നു.
The mother opened the packet. Alas, there was only one piece left. അപ്പൊ അതിൽ ആകെ ഒരു പീസ് മാത്രമാണ് ലെഫ്റ്റ് ആയിട്ടുള്ളൂ. What are the other pieces? Who ate them? അപ്പൊ ബാക്കിയുള്ള പീസസ് എവിടെ? ആരായിരിക്കും ഇത് കഴിച്ചിട്ടുണ്ടാവുക? Anyway, I will eat this. എന്തായാലും ഞാൻ ഇത് കഴിക്കും എന്ന് പറഞ്ഞിട്ട് she took the last piece from the packet. എന്നിട്ട് എന്ത് ചെയ്തു? അതിലത്തെ ലാസ്റ്റ് പാക്കറ്റ് അമ്മ എടുത്തു. Got you. Suddenly she heard a voice. അപ്പൊ പെട്ടെന്നൊരു വോയിസ് കേക്കാണ്. Got you. നിന്നെ പിടിച്ചേ എന്ന് പറഞ്ഞിട്ട് ഒരു വോയിസ് കേക്കാണ്. ഓക്കെ, അപ്പൊ ഇനി എന്താ ഉണ്ടായി നോക്കി നോക്കാം. അപ്പൊ അമ്മ കേക്കിന്റെ അവിടുന്ന് പെട്ടെന്ന് തിരിഞ്ഞു നോക്കുന്ന ഫോട്ടോ ആണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് നോക്കാം. The mother elephant turned the light on. The father and the kids were under the table. They were all eating the cake. അപ്പൊ എന്തായിരുന്നു? അച്ഛനും മക്കളും ടേബിളിന്റെ അണ്ടർ എന്ന് പറഞ്ഞാൽ എവിടെയാണ്? അടിയില്. അപ്പൊ അടിയിലുണ്ടായിരുന്നു. അവരൊക്കെ എന്ത് ചെയ്യായിരുന്നു? കേക്ക് കഴിച്ചോണ്ടിരിക്കായിരുന്നു. You all here? I came to catch the thieves. അപ്പൊ ഞാൻ എന്തിനാ വന്നേ? ഞാൻ കള്ളന്മാരെ പിടിക്കാൻ വന്നതാണെന്ന് അമ്മ പറയാണ്. The mother said with a shy smile. അപ്പൊ ചെറിയൊരു നാണത്തോടെ ചമ്മിയ പോലെ അമ്മ പറയാണ്, ഞാൻ കള്ളന്മാരെ പിടിക്കാൻ വന്നതാണെന്ന് പറയാണ്. But we caught the thief. Della laughed aloud. അപ്പൊ ഡെല്ല ചിരിച്ചിട്ട് പറയാണ്, പക്ഷെ ഞങ്ങൾക്കാണ് കള്ളനെ കിട്ടിയത് എന്ന് പറയാണ്. What will the mother do now? ഇപ്പൊ എന്തായിരിക്കും അമ്മ ചെയ്തിട്ടുണ്ടാവുക? നോക്കാം. Mother ate the last piece of cake with a smile. അപ്പൊ ചെറിയൊരു ചിരിച്ചിട്ട് എന്ത് ചെയ്തു? അമ്മ ലാസ്റ്റ് പീസ് ഓഫ് കേക്ക് അമ്മ എടുത്ത് കഴിച്ചു. Mom, don't you want to be thin? അപ്പൊ അമ്മയോട് ചോദിക്കാണ്, അമ്മക്ക് മെലിയണ്ടേ എന്ന് ബേബി എലഫന്റ് ചോദിക്കാണ്. Yes, of course, തീർച്ചയായും വേണം. We will eat cakes today and tomorrow we will work out even harder, the mother said. അപ്പൊ നമുക്ക് ഇന്ന് ഈ കേക്ക് കഴിക്കാം, എന്നിട്ട് നാളെ എന്ത് ചെയ്യാം? ഇതിനേക്കാൾ നന്നായിട്ട്, ഇതിനേക്കാൾ കഠിനമായി നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാമെന്ന് പറയാണ്. Cake is the secret of my energy, said the baby elephant. അപ്പൊ ബേബി എലഫന്റ് പറയാണ്, കേക്ക് ആണ് എന്റെ എനർജിയുടെ സീക്രറ്റ് എന്ന് പറയാണ്. Everyone laughed and went to bed. അപ്പൊ എല്ലാരും ചിരിച്ചിട്ട് ബെഡിലേക്ക് പോയി. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ സ്റ്റോറി. ഇതിന്റെ അടിയില് if you meet an elephant എന്ന് പറഞ്ഞിട്ടുള്ള ചെറിയൊരു പോമും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതും കൂടെ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഓക്കെ, if you meet an elephant on a sunny day, what would you do? What would you say? അപ്പൊ എന്താണ്? നിങ്ങളൊരു എലഫന്റിനെ മീറ്റ് ചെയ്യാണെന്നുണ്ടെങ്കിൽ, കണ്ടുമുട്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക? നിങ്ങൾ എന്തായിരിക്കും പറയുക? I would say good morning elephant and how do you do? അപ്പൊ ഞാൻ ചോദിക്കും, എന്താണ്? എലഫന്റിനോട് ഗുഡ് മോർണിംഗ് ചോദിക്കും. പിന്നെ എങ്ങനെ ഇരിക്കുന്നു? How do you do എന്നും ചോദിക്കും. I am glad to meet you elephant. I would like to dance with you. അപ്പൊ നിന്നെ കണ്ടതിൽ എന്താ? ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് elephant. എനിക്ക് നിന്റെ കൂടെ ഡാൻസ് കളിക്കണം എന്ന് പറയുമെന്ന് പറയാണ്. If you meet a parrot on a rainy day, what would you do? What would you say? അപ്പൊ എന്താണ്? ഇനി നിങ്ങൾ ഒരു പാരറ്റിനെ ഒരു റെയിനി ഡേ കാണുകയാണെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും പറയുക? നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക? എന്താണ്? I would say good morning parrot. How do you do? I'm glad to meet you parrot and I would like to dance with you. അപ്പൊ ഞാൻ ഗുഡ് മോർണിംഗ് പറയും. How do you do എന്ന് ചോദിക്കും. ഞാൻ എന്താ? നിന്നെ കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്ന് പറയും. എനിക്ക് ഡാൻസ് കളിക്കാൻ ആഗ്രഹമുണ്ട് എന്നും പറയും. അപ്പൊ ഇങ്ങനെ പറയുന്ന ഒരു ചെറിയ ഒരു പോമാണ് ഇത്. എഴുതിയിട്ടുള്ളത് ലെന്യ ഗുന്തർ എന്ന് പറയുന്ന റൈറ്റർ ആണ്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് എന്താ ആക്ടിവിറ്റീസ് ആണ്. അപ്പൊ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.